അങ്ങനെ ഇന്നെന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു പേടിയിൽ ലീയും കിമ്മും കൂടെ കമ്പനിയിലേക്ക് പുറപ്പെടുമ്പോഴാണ് കിം ചെറുതായിട്ട് സ്ലിപ്പ് ആവുന്നത്. ഇത് കാണുന്ന ലീക്ക് വീണ്ടും അപ്സെറ്റ് ആവും. അതായത് ഇത് മൊത്തം ഒരു ബാഡ് സിഗ്നൽ ആണ്. അങ്ങനെ അതോടെ പാർക്കിന്റെ കൂടെ ഇവര് കമ്പനി പോകുമ്പോഴാണ് ലീയും പറഞ്ഞോണ്ടിരിക്കും, എടാ ഇതെന്തോ മോശമായിട്ട് സംഭവിക്കാൻ പോകുന്നു. രാവിലെ തൊട്ടേ കുറെ ബാഡ് സൈൻസ് ഒക്കെ കാണിക്കുന്നു. എന്നിട്ട് അവനും പറയുമ്പോഴാണ് പാർക്കും കളിയാക്കി, ഓ ഇപ്പോഴും നീ ഏത് ജനറേഷനിലാടാ, ഇതൊക്കെ നീ വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ രാവിലെ എനിക്ക് ബാഡ് സൈൻസ് ഒന്നല്ല, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരും. അതായത് അവന്റെ എക്സ് വൈഫിന്റെ അടുത്തിരുന്ന്. എന്നിട്ട് അവളും വിളിച്ചിട്ട്, പാർക്ക് എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കണമെന്നുണ്ട്, നമ്മൾ നേരിട്ടുണ്ടല്ലോ. എന്നിട്ട് അവളും വിളിക്കുമ്പോൾ ഇതേക്കുന്ന പാർക്കും ദേഷ്യപ്പെട്ട് അവനും ഫോൺ കട്ട് ചെയ്യും. അവനാണ് ഇത് കണ്ട് ലീയും കളിയാക്കി, കണ്ടോ ഇതിന്റെ പേരാണ് ബാഡ് സൈൻസ്, നിനക്ക് നടക്കാനുള്ളതെല്ലാം നടന്നതിന്. എന്നിട്ട് അവരും കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ലീയുടെ അച്ഛനമ്മയും കൂടെ അവനെ കാണാൻ വേണ്ടി അവിടെ വന്ന കാര്യം അറിയുന്നത്. അതിനുശേഷം ഇവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവന്റെ പേരൻസ് ദേഷ്യപ്പെട്ട്, എടലി ഇത്രയും വർഷമായിട്ട് നീ പണ്ട് നടന്ന കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി നീ മറന്നുപോലെ അഭിനയിക്കുമായിരുന്നല്ലേ. എന്നിട്ട് അവരും പറയുമ്പോഴാണ് വീണ്ടും കൊച്ചിലെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ആ ലേഡി നമ്മുടെ ലീ എങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്ന വെച്ചാൽ അവന്റെ ചേട്ടൻ കൊച്ചിൽ അവനെ വിളിച്ചോണ്ട് ഒരു കൂട്ടുകാരനെ കാണാമോന്ന് പറഞ്ഞ് രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കുറെ സമയമായിട്ട് ചേട്ടന് വീട് അറിയാത്തോണ്ട് ലീയും ദേഷ്യപ്പെട്ട്, ഓ നിനക്ക് ആ വീട് എവിടെന്നറിയോ, എനിക്ക് ഇനിയും നടക്കാൻ വയ്യ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ചേട്ടനും, എങ്കിൽ ശരി ലീ നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ നിന്നെ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാം. എന്നിട്ട് അവനെ ഒറ്റയ്ക്കാക്കിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ആ കിഡ്നാപ്പ് ചെയ്ത ലേഡി അടുത്തേക്ക് വന്നിട്ട്, മോനെ ഈ സൂട്ട് കേസ് ഒന്ന് വീട് വരെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യാവോ. എന്നിട്ട് അവരും ചോദിക്കുമ്പോൾ നമ്മുടെ ലീ അവന്റെ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ആ ലേഡി വീണ്ടും വിടാതെ, ഇല്ല മോനെ നിന്നെ പോലെ തന്നെ എന്റെ വീട്ടിലും ഞാൻ ഒരു കൊച്ചുപൈനെ ഒറ്റയ്ക്കാക്കിട്ടാ വന്ന്, ഈ സൂട്ട് കേസ് ഒന്ന് കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്താൽ എനിക്കൊരു വലിയ സഹായമായിരിക്കും ഇത്. എന്നിട്ട് അവർ ഇമോഷണലായിട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് ലീയും വിശ്വസിച്ച് അവരുടെ പിടിയിലാക്കപ്പെടുന്നത്. അങ്ങനെ ലീ ഇല്ലാതെ ചേട്ടന് വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവനോട് അച്ഛനമ്മയും ദേഷ്യപ്പെട്ട്, എടാ നിന്റെ അനിയനെ നീ എവിടെ കൊണ്ട് കളഞ്ഞറ. എന്നിട്ട് അവനിട്ട് അവരക്കറിയും. അതിനുശേഷം പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് അവസാനം നമ്മുടെ ലീ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ മയങ്ങി എന്ന കാര്യം അറിയുന്നത്. എന്നിട്ട് അവനെ ചെന്ന് ഹോസ്പിറ്റലിലാക്കുമ്പോഴാണ് അവന്റെ കാല് കെട്ടിയിട്ടേക്കുന്ന പാട കണ്ട് ചേട്ടനും അവൻ കാരണം തന്റെ അനിയന് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ നടന്നു പറഞ്ഞ് ഇമോഷണലായിട്ട് ബ്രേക്ക് ആകും. അങ്ങനെ അന്നോട്ട് അവന് വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യും. അതായത് അവനെ തന്നെ ലീ ആയിട്ട് വിചാരിച്ച് അവന്റെ റൂമിൽ ചെന്നിരിക്കും. അപ്പോഴാണ് ലീ ഡിസ്ചാർജ് ആയി അവന്റെ റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ചേട്ടൻ ദേഷ്യപ്പെട്ട്, എടാ ഇതെന്റെ റൂമാ, ആദ്യം നീ പുറത്തോ, നീ എന്നെ ഒറ്റയ്ക്കാക്കിയതുകൊണ്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടോ. എന്നതിന് അവൻ ലീയാന്ന് വിചാരിച്ച് ജീവിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരെ പരസ്പരം അടിയുണ്ടാക്കുമ്പോഴാണ് ഇത് കണ്ട് അച്ഛനമ്മയും സംശയപ്പെട്ട് നമ്മുടെ യാന്റെ ബിഹേവിയർ ശരീരത്തോണ്ട് അവനെ ഹോസ്പിറ്റലിലാക്കും. അപ്പോഴാണ് ഡോക്ടറും പറയുന്നത്, ഇപ്പൊ ഞാൻ അവന്റെ അനിയനെ കിഡ്നാപ്പ് ചെയ്ത കുറ്റബോധത്തിൽ താനിപ്പോ ലീ ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഒരുപക്ഷെ അവനോട് സത്യം പറയാൻ പോയാൽ അവന്റെ സിറ്റുവേഷൻ കുറച്ചും കൂടി റിസ്ക് ആക്കും പറഞ്ഞ് ഡോക്ടർ അവരെ അഡ്വൈസ് ചെയ്യും. അങ്ങനെ ഇതും കേട്ട് പാരന്റ്സ് യാനെ കുറിച്ച് വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലീ ഇതൊക്കെ ഒട്ടേക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവൻ കാരണം ഫാമിലിക്ക് പ്രശ്നമില്ലായിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ബോധം കെട്ടി വീന്ന് എല്ലാം മറന്നുപോലെ ആക്ട് ചെയ്യും. അതായത് അവനെ കിഡ്നാപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും മറന്നുപോയതുപോലെ. അങ്ങനെ ഇത് കണ്ട് അവർ വിഷമിച്ചാലും പിന്നീട് ഇതൊരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ യാനെയാണ് കൊച്ചിലെ കിഡ്നാപ്പ് ചെയ്തെന്ന് അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ടുവരും. ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ലീ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പഴയ സംഭവങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല, അതൊക്കെ എന്റെ മനസ്സിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അത് മറന്ന പോലെ ആക്ട് ചെയ്ത്. എന്നിട്ട് അവന് ഫീൽ ചെയ്ത് പറയുമ്പോഴാണ് ഇത് കേട്ട് അച്ഛനമ്മ വിഷമിച്ച്, മോനലി നീ ഒന്ന് മറന്നോ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ നിന്റെ നല്ലതിന് വേണ്ടിയും യാനെ ഗുണപ്പെടുത്താൻ വേണ്ടിയും ഞങ്ങളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, പക്ഷെ നീ ഇത്രയും വർഷം ഇത്ര കഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല മോനെ. എന്നിട്ട് അവനും സോറി വയ്ക്കുമ്പം ഇത് കേട്ട് അവനും കാര്യത്തിന്റെ കുഴപ്പമില്ലെന്ന് അറിയും. അതിനുശേഷം അച്ഛനമ്മയും കൂടെ പുറത്തുപോയി നമ്മുടെ കിമ്മിനോട് അവനെ നല്ലോണം നോക്കാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം കിമ്മും അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പുറത്ത് ഡ്രൈവിന് പോകുമ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത്. അതായത് അവന്റെ ചേട്ടൻ കുറച്ചു ദിവസം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുന്നു. അതുകൊണ്ട് അവനും പെട്ടെന്ന് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ചേട്ടനും അവൻ ഇത്രയും കാലം ലീയുടെ റൂമിലായിരിക്കും സ്റ്റേ ചെയ്ത്. അങ്ങനെ ഇതൊക്കെ എടുത്ത് അവന്റെ റൂമിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ലീ അവിടേക്ക് വന്നിട്ട്, നീ വീണ്ടും പേടിച്ച് നമ്മുടെ ഫാമിലി ഇട്ട് അകന്നു പോകാൻ പോവാണോ. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവനും, ലീ കൊച്ചിലെ നിനക്ക് സംഭവിച്ചെല്ലാം ഇത്രയും വർഷം അത് എനിക്ക് സംഭവിച്ചായിട്ടാ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എത്ര വലിയ മണ്ടനാ, എനിക്ക് നടക്കാത്ത ഒരു സംഭവത്തിന് ഇത്ര സീരിയസ് ആയിട്ട് എടുത്ത് ഞാൻ നിന്നോട് മിണ്ടായിരുന്നു. എന്നിട്ട് അവനും പറയുമ്പോൾ ലീയും, നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, കൊച്ചിലെ തൊട്ട് നിനക്ക് ഈ ഭക്ഷണം കൊണ്ട് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ സുഖപ്പെടുത്താതെ ഫാമിലിക്ക് വേണ്ടി ഞാനെല്ലാം മറന്നുപോലെ ആക്ട് ചെയ്ത്, സോറി. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ചേട്ടന് വിഷമിച്ച്, ലീ ഇത്രയും വർഷമായിട്ട് ഞാനല്ലേ നിന്നെ ബുദ്ധിമുട്ടിച്ച്, എന്നിട്ട് നീ എന്നോട് സോറി വയ്ക്കുന്നു, ഞാൻ കാരണം നിന്നെ കൊച്ചിലെ കിഡ്നാപ്പ് ചെയ്ത, എന്നിട്ടും നീ തെറ്റിയതുപോലെ ഇത്രയും വർഷം നിന്നോട് വഴക്കുണ്ടായിക്കൊണ്ടിരുന്നു, നീ എന്നെ ക്ഷമിക്ക്. എന്നിട്ട് അവനും വിഷമിച്ചോണ്ട് രണ്ടുപേരും കൂടെ സമാനമാകും. അതിനുശേഷം ലീ അവിടുന്ന് സന്തോഷത്തോടെ കിമ്മിനെ കാണാൻ പോയിട്ട്, പിന്നെ കിം നിനക്കൊരു കാര്യം അറിയാം, ഇപ്പൊ എന്റെ മൈൻഡ് ഫുള്ളും റിലാക്സ് ആയി, കാരണം എനിക്ക് എന്റെ ചേട്ടനായിട്ടുള്ള എല്ലാ പ്രശ്നവും സോൾവ് ആയി. എന്നിട്ട് അവനും പറയുമ്പോഴാണ് കിമ്മും അവനെ പൊക്കി പറയാന്ന് പറഞ്ഞ്, ലീ അതുകൊണ്ട് മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ആകും. എന്നിട്ട് അവളും പറഞ്ഞോട് അവനും, എങ്കിൽ ശരി എന്റെ മൈൻഡ് വേറൊരു ചിന്തയുണ്ട്. എന്നിനെ പെട്ടെന്ന് അവള് കിസ് ചെയ്യും. അങ്ങനെ നല്ലോണം സീൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിസ്റ്റർബ് ചെയ്യുന്ന കണക്ക് നമ്മുടെ പാർക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം അവന്റെ കോൾ എടുക്കുമ്പോഴാണ് പാർക്കും ഒരു ബിസിനസ്സുകാരിയായിട്ട് നമ്മുടെ ലിയ വേറൊരു കൺട്രിയിലേക്ക് പോകാൻ പറയും. കാരണം ഇവർ ചെയ്ത ബിസിനസ് ഡീല് നല്ലോണം പോയി കാണത്തില്ല. അങ്ങനെ അവനായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ ലിയോ നോക്കുമ്പോഴാണ് കിം സോഫയിൽ തന്നെ കടന്നുറങ്ങും. ഇത് കണ്ട് അവനും അവളെ പൊക്കെ എടുത്തിട്ട് ബെഡിൽ കൊണ്ടാക്കും. എന്നിട്ട് അവനും ഉറങ്ങാതെ കിമ്മിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം എഴുന്നേറ്റ് നമ്മുടെ കിമ്മും അവനെ കണ്ട് ഷോക്കായി, ലീ ഇന്നലെ ഞാൻ സോഫയിലല്ലേ കടന്നുറങ്ങിയ, പിന്നെ ഇങ്ങനെ ബെഡ് എന്ന്. എന്നിട്ട് അവള് ഷോക്കായി ചോദിക്കുമ്പോഴാണ് അവനും, അതൊന്നുമില്ല, ഞാനെന്ന്
എന്നെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത. നിനക്ക് നല്ല ഉറക്കമായിരുന്നു, പക്ഷെ എന്റെ ഉറക്കമെല്ലാം പോയി. കാരണം എനിക്കൊരു ബിസിനസ്സുകാരായിട്ട് വേറെ കൺട്രിയിലേക്ക് പോകണം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് കിമ്മും അവന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കും. അപ്പോഴാണ് ലീ അടുത്തേക്ക് വന്നിട്ട് കിം എനിക്ക് നിന്നെ വിട്ടിട്ട് അവിടെ പോകാൻ തോന്നില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും ആദ്യം ബിസിനസ്സിനെ നോക്കുന്ന പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കും. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ ലീ കിമ്മിനെ കുറിച്ച് ഓർത്തോണ്ട് അവൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴാണ് കിമ്മും കമ്പനി ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് അവനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അങ്ങനെ ബിസിനസ് ഡീലായിട്ട് ലീയും സംസാരിക്കുമ്പോൾ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കിമ്മിനെ കുറിച്ച് ഓർത്തോണ്ട് എപ്പോ തിരിച്ച് നാട്ടിൽ പോകുന്ന ഇങ്ങനെ സന്തോഷത്തിരിക്കും. അങ്ങനെ ബിസിനസ് ഡീൽ തീർന്നോടെ നമ്മുടെ ലീയും പെട്ടെന്ന് കിമ്മിനെ കാണുന്ന സന്തോഷത്തിൽ അവിടെ നിന്ന് പുറപ്പെടും. അതേസമയം ലീ ഇല്ലാത്ത സമയത്ത് കിമ്മിന്റെ അതേ ഡിപ്പാർട്ട്മെന്റ് നമ്മിനെയും പുതിയൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്താണ്. അങ്ങനെ അവരായിട്ട് നമ്മുടെ കിം ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അവിടേക്ക് വന്ന് നമ്മുടെ ലീ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്നത്. എന്നിട്ട് അവരെ പറഞ്ഞു വെച്ചിട്ട് കിമ്മിനെ ഒറ്റ വിളിച്ചുകൊണ്ടുപോയി ജലസായിട്ട് സംസാരിക്കും. കിം ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ ഇങ്ങനെ അവന്മാരായിട്ടൊക്കെ സന്തോഷിച്ച് സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ എത്ര പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന, പക്ഷെ നീ എനിക്ക് മാത്രം കാണിക്കേണ്ട ആ ചിരി ക്യൂട്ട് റിയാക്ഷൻ എല്ലാം അവരുടെ ഫ്രണ്ട് കാണിക്കുന്നു. അത് നീ എന്നെ ആവർത്തിക്കില്ലേ. എന്നിട്ട് അവനും കൂടുതൽ ജലസാമം ഇതേ കാണുന്ന നമ്മുടെ കിമ്മ് സന്തോഷത്തിൽ സ്മൈൽ ചെയ്യും. അപ്പോഴാണ് പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്തിട്ട് ഇവരുടെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോകും. അങ്ങനെ ലീയും ആ വിദേശത്ത് പോയപ്പം അവളെ മിസ് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇവരെ റൊമാൻസ് ചെയ്യുന്ന ആരാണ്ട് ദൂരെ നിന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ട് ഇവരും തിരിച്ച് കമ്പനിയിൽ അയച്ചില്ലുമ്പം ജിയും കിമ്മിനോട് പിന്നെ കിം നിനക്കൊരു കാര്യം അറിയാം, മിസ്റ്റർ ലീ ആരാണ്ടൊക്കെ ഡേറ്റ് ചെയ്യുന്നു, നീ ഫോട്ടോ നോക്കിയ എന്റെ കൂട്ടുകാരെ എനിക്ക് അയച്ചെന്ന്. എന്നിട്ട് അവരെന്റെ ഡേറ്റ് ചെയ്യുന്ന ആ ഫോട്ടോ കാണിക്കുമ്പോഴാണ് ഇത് കാണുന്ന കിമ്മിന് വലിയ ഷോക്കാവും. പക്ഷെ അതിനകത്ത് അവളുടെ ഫേസ് ഇല്ലാത്തതുകൊണ്ട് കിമ്മും ചെറിയ ടെൻഷന് ആണോ മിസ്റ്റർ ലീ ഡേറ്റ് ഇറക്കുക. എന്നിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടോണ്ടിരിക്കും. പക്ഷെ അതേ സമയത്താണ് ലീ അവൾക്ക് ഹാർട്ട് സൈന് കുറെ ഇമോജീസ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കും. ഇത് കണ്ട് കിം എങ്ങനെയൊക്കെ മറക്കാൻ നോക്കുമ്പോഴാണ് ജിയക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കുന്നത്. അതായത് അവളുടെ കൈയിട്ടേക്ക് ആ ചെയിനാണ് ഈ ഫോട്ടോയ്ക്കകത്തുള്ളത്. അങ്ങനെ അവള് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് കിമ്മിന്റെ റിഫ്ലക്ഷൻ കാണുന്നത്. അതോടെ ജിയ മൊത്തത്തിൽ ടെൻഷനായി. മിസ് കിം ഞാൻ നിങ്ങളോട് വല്ല മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. മിസ്റ്റർ ലീയെ കുറിച്ച് പറഞ്ഞൊന്ന് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കല്ലേ, എനിക്കറിയാം മിസ്റ്റർ ലീ നിങ്ങളെ ഡേറ്റ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് അവളും ഫുൾ പ്രൂഫായിട്ട് കാണിക്കുമ്പോഴാണ് ഇത് കണ്ട് കിം അവളോട് അജിയ ഇതിനെ കുറിച്ച് നീ ആരോടും പറയല്ലേ, ഇത് നീ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യണം. എന്നിട്ട് അവളെ പറഞ്ഞ സമാനാക്കി നമ്മുടെ ലിയെ കാണാൻ പോകും. അപ്പനാണ് അവനും അക്കിം ഇവിടെ കുറച്ച് സമയം സംസാരിച്ചിട്ടോ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും ലീ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ വർക്ക് ടൈമിൽ ക്ലോസ് ആയ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നു, ഇപ്പൊ തന്നെ ജിയെ കണ്ടുപിടിച്ച്. എന്നിട്ട് അവളും പറയുമ്പോൾ ലീയും അതിനിപ്പോ എന്തുവാ, എന്തായാലും നമ്മൾ ഡേറ്റ് ചെയ്യുന്ന കാര്യം എന്തായാലും അവർ അറിയുമല്ലോ, ഒരേശ നിനക്കത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നെങ്കിൽ ഞാൻ വർക്ക് ടൈമിൽ ഇങ്ങനെ ആവർത്തിക്കത്തില്ല. എന്നിട്ട് അവനും പറഞ്ഞിട്ട് തിരിച്ചു വരേണ്ട ഒരു വീട്ടിൽ പോകുമ്പോഴാണ് കിമ്മും പറയുന്നത് പിന്നെ ലീ എനിക്കിപ്പോ ഉറക്കത്തി സ്വപ്നമൊന്നും വരത്തില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ കിടന്നോളാം. എന്നിട്ട് അവളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അടുത്ത ദിവസം ജിയയും നമ്മ അവൾക്ക് ഇതിനു മുമ്പ് കുറച്ച് സഹായം ചെയ്തുകൊണ്ട് അവനെ അടുത്തുള്ള റെസ്റ്റോറന്റ് വിളിക്കുമ്പോൾ അവനാദ്യം വരത്തില്ലെന്ന് പറയും. ഇതോടെ ജിയ കമ്പൽ ചെയ്തവനെ വിളിച്ചോണ്ട് പോയിട്ട് അവനോട് ചോദിക്കാനുള്ള എല്ലാ ചോദ്യം ചോദിക്കും. പിന്നെ നീ എപ്പോഴും എന്തിനാ ഒരു കോട്ട് തന്നെ തയ്ച്ച് ഇട്ടോണ്ടിരുന്നത്, നിനക്കെന്താ വേറെ കോട്ട് എനിക്ക് പൈസ ഇല്ല, നിനക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു നല്ല ജോബില്ല കിട്ടിയേക്കുന്നത്. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും ജിയ അത് കുറച്ച് വലിയ സ്റ്റോറിയാ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വീട്ടുകാർക്ക് വലിയ പൈസ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഞാൻ കല്യാണം കഴിച്ചോടെ എന്റെ പുതിയ ജനറേഷൻ ഫുള്ളും റിച്ച് ആയിരിക്കണം, അതിനുവേണ്ടി ഞാൻ ബാങ്കിൽ ഇതുവരെ $1 മില്യൺ സേവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായി, എന്തോ $1 മില്യൺ? എന്നിട്ട് അവള് ഞെട്ടിപ്പോവും. അതേസമയം ഇപ്പോഴാണ് കിമ്മിന്റെ അച്ഛനെ കാണിക്കുന്നത്. അദ്ദേഹം എപ്പോഴും റോക്ക് സ്റ്റാർ ആയതുകൊണ്ട് പാട്ടൊക്കെ പാടി ഫാൻസിന് നേരെ വീഴാൻ വരുമ്പോഴാണ് അവെല്ലാം മാറി കൊടുത്തോടെ തലയടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കും. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ് കിമ്മും ചേച്ചിമാരായിട്ട് അവളുടെ അച്ഛനെ കാണാൻ പോകുമ്പോഴാണ് ലീ ഇതറിഞ്ഞ് അവളിന് കൂട്ടിന് പോകുമ്പം കിമ്മും പുറത്തേക്ക് വന്നിട്ട് പറയും ലീ ഇന്ന് എനിക്ക് നിങ്ങളോട് വരാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും അതിനിപ്പോ എന്തുവാ ഞാനും വേണം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് അവനും പറയുമ്പോൾ കിം അതൊന്നും സമ്മതിക്കാതെ അവനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന ലീയും കിം അവന് മെസ്സേജ് അയക്കുന്ന പറഞ്ഞ് കുറെ സമയം വെയിറ്റ് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് ഒരു അനുഭവം കാണത്തില്ല. അങ്ങനെ അടുത്ത ദിവസം കമ്പനി വെച്ച് കാണാന്ന് പറഞ്ഞ് നമ്മുടെ ലീ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിം പെട്ടെന്ന് ഫോൺ വിളിക്കുന്നത്. അങ്ങനെ അവന് സന്തോഷത്തിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ കിമ്മും പെട്ടെന്ന് ഇന്ന് കമ്പനി വരത്തില്ലെന്ന് വിളിച്ചു പറയും. ഇത് കേട്ട് അവൻ അപ്സെറ്റ് ആയാലും ശരി നീ റെസ്റ്റ് എടുത്തോ, ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി ഇപ്പം ഹോസ്പിറ്റലിൽ പോവാ. എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അവളും നടന്നു നിർത്തി ഇല്ല ലീ ഇപ്പൊ നിങ്ങൾ അച്ഛനെ കാണാനല്ലേ, ഞാൻ നമ്മളെ കുറിച്ചുള്ള കാര്യമൊന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൾ അച്ഛനെ കാണാൻ സമ്മതിക്കാതെ വീണ്ടും അവനെ പറഞ്ഞേക്കും. അതിനുശേഷം കമ്പനി ചെല്ലുന്ന നമ്മുടെ ലീയും കിം അവനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചോദിക്കും പറഞ്ഞ് കുറെ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കും. പക്ഷെ അവസാനം വരെ അവൾ മെസ്സേജ് അയക്കത്തില്ല. അപ്പോഴാണ് ജി അടുത്തേക്ക് വന്നിട്ട് മിസ്റ്റർ ലീ നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇപ്പൊ ലഞ്ച് ടൈം ആയി, നമുക്ക് പോയി ഫുഡ് കഴിച്ചാലോ, അല്ല ഞാൻ വാങ്ങിച്ചോണ്ട് വരട്ടെ. എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ നമ്മുടെ ലീ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് കിമ്മിന്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതേസമയം കിമ്മും അവളുടെ അച്ഛനെ നല്ലോണം കെയർ ചെയ്തിട്ട് ചേച്ചിയായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് ചേച്ചിയും പറയുന്നത് പിന്നെ കിം ഞങ്ങൾക്ക് വേണ്ടി നീ ഇത്രയും വർഷം കുറെ കഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഇന്നൊരു ദിവസം എന്റെ പൈസ കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് വാങ്ങിച്ചോ. എന്നിങ്ങനെ ചേച്ചിയോടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അവളും കുറെ ഷോപ്പ് ചെയ്ത് കമ്പനിയിലേക്ക് വരുമ്പോഴാണ്
അങ്ങനെ ഇത് കണ്ട് ലീ സന്തോഷപ്പെട്ട്, ഓ നീ മെസ്സേജ് അയക്കാത്തോണ്ട് ഞാൻ ദേഷ്യത്തിലെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ടെന്നല്ലേ, ഓക്കെ ഞാൻ ഇപ്പൊ വരാം. എന്നിട്ട് അവൻ തെറ്റിച്ച് അടുത്തേക്ക് പോയി. പിന്നെ കിം ഇപ്പൊ ലഞ്ച് അടിക്കുന്ന സമയമല്ലേ, വാ നമുക്ക് ഓർത്താം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും, ഓലി നിങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല, ഞാൻ എന്റെ ചേച്ചിയായിട്ട് പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൻ അപ്സെറ്റ് ആയാലും, ആ എങ്കിൽ ശരി, നീ ഇപ്പൊ കൊണ്ടുവന്ന സാധനങ്ങൾക്ക് എന്തുവാ, എനിക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് അല്ല. എന്നിട്ട് അവന് സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ അവളും, ഇല്ല അതിന്റെ ചേച്ചി എനിക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സുകളാ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് മൊത്തത്തിൽ അപ്സെറ്റ് ആയി നമ്മുടെ ലീയും, കിം നീ രാവിലെ തൊട്ട് വിളിക്കുന്ന പറഞ്ഞ് ഞാൻ കുറെ സമയമായിട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, പക്ഷെ നിനക്ക് എന്നോട് കുറച്ച് കെയർ പോലും ഇല്ല. ഞാൻ നിനക്ക് വേണ്ടി ഇത്ര സമയം വെയിറ്റ് ചെയ്തോണ്ടിരുന്നു. എങ്കിൽ ശരി, നിന്നെ ഞാൻ ക്ഷമിക്കണമെങ്കിൽ ഇന്ന് രാത്രി നീ എന്റെ വീട്ടിൽ കാണണം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും, ലീ നിങ്ങൾ ഇതിനെ എപ്പോഴും വീട്ടിൽ വരണമെന്ന് കമ്പൽ ചെയ്തോണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുവാണെങ്കിൽ അത് വരാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവളും പറഞ്ഞോടെ നമ്മുടെ ലീയും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങൾ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിട്ട് ആർസനൽ മിലിറ്ററി അക്കാഡമി അതുപോലെ തന്നെ കുറെ ഡ്രാമാസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്യാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെന്ന് കാണുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.